ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടോക്കുക, കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തിളക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകം കൂടി എടുത്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത തേങ്ങ വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് വറുത്ത പച്ചരിപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കട്ടെ. അങ്ങനെ വാട്ടിയും കുഴച്ചും ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഞാനിത് പ്രസ്സുമ്മൽ വെച്ച് തന്നെയാണ് പരത്തുന്നത്. നല്ല കട്ടിക്ക് തന്നെ പരത്തി ഗ്ലാസ് വെച്ച് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. കടയിൽ നിന്ന് കിട്ടുന്ന രൂപത്തിലൊന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് കറിയായിട്ട് ഇന്നലെ രാത്രിയത്തെ മീൻ മുളക് ഇട്ടൊക്കെയുണ്ട്. അപ്പോൾ അത് മതി. ഇനിയിപ്പോൾ ഇതാ ചായ കുടിക്കട്ടെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ലഞ്ചിൻ്റെ കാര്യം നോക്കണം. ഇന്ന് ലഞ്ചിന് അയല മുളകിട്ടതും ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതുമാണ്. അങ്ങനെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അരിയിടട്ടെ. മക്കളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ചോറും കൂടെ റെഡിയാക്കണം. ഇനിയിപ്പോൾ ഇതാ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. മസാല തേക്കലും തക്കാളി കട്ടിയിലൊക്കെ ചെയ്യട്ടെ. പെട്ടെന്ന് എന്താ സൗണ്ടിന് വ്യത്യാസം വന്നെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അത് ഇന്നലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലവേദന വന്നു. അപ്പം ഞാൻ നിർത്തി വെച്ചതായിരുന്നു. പിന്നെ രാത്രി നല്ല പനിയും വന്നു. അതുകൊണ്ടാണ് സൗണ്ടിന് വ്യത്യാസം വന്നത്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് വിറകടുപ്പ് തന്നെയാണ്. ഇപ്പോൾ ചോറ് വേവാനായിട്ടുണ്ട്. അതിറക്കുമ്പോൾ തന്നെ മീനും കൂടെ വെക്കണം. വിറകടുപ്പാകുമ്പോൾ അരിയെ തന്നെ നിൽക്കണമല്ല. അപ്പോൾ ഇതാ ചോറ് വന്നിട്ടുണ്ട്. ഇനി വേഗം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് തക്കാളി വാട്ടി മീനും കൂടെ ഇടട്ടെ. തക്കാളി വാട്ടുമ്പോൾ എന്നോട് വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. കുറച്ച് വെളുത്തുള്ളിയും കൂടിയും കുത്തിയിടട്ടെ. അങ്ങനെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം തന്നെ ചെമ്മീനും കൂടെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കട്ടെ. ഞാൻ മക്കൾ എഴുന്നേൽക്കുന്ന മുന്നേ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. നിങ്ങളും ഇങ്ങനെയാണോ? കമൻറ്റ് ചെയ്യണേ.
ഇനിയിപ്പോൾ ഇതേ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ചെടുക്കട്ടെ. അങ്ങനെ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതും കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യം കൂടി റെഡിയായി. ഇനിയിപ്പോൾ വേഗം തന്നെ കൗണ്ടർ ടോപ്പും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വേഗം തന്നെ പുറം പണികൾക്ക് നിൽക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവരോടും ബൈ.